بسم الله الرحمن الرحيم الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരാകണമെന്ന് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മൾ ഈ വേദിയിൽ പരസ്യപ്പെടുത്തിയതുപോലെ ഇന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് പലിശയുടെ വിധി ഇസ്ലാമിൽ എന്ന ഒരു വിഷയമാണ്. പലിശയുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിധി എന്താണ്, പലിശയുടെ ഇനങ്ങൾ, പലിശ വന്നു പോകുന്ന ചില ഇടപാടുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കുവാനുള്ളത്. ഇസ്ലാമിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട് മൂന്ന് ഹുക്കുമുകളാണുള്ളത്. ഒന്ന് അദിലും, മറ്റൊന്ന് ഫദ്ലും, മറ്റൊന്ന് ബുൽമുമാണ്. അദിൽ എന്ന് പറഞ്ഞാൽ നീതി. നീതിയുള്ള സാമ്പത്തിക ഇടപാട് അത് ബൈഅാണ്, കച്ചവടമാണ്. മറ്റൊരു ഹുക്മ് ഫദ്ലാണ്, ഔദാര്യവും അനുഗ്രഹവും. ഔദാര്യം, അനുഗ്രഹം എന്ന വിധിയുള്ള സാമ്പത്തിക ഇടപാട് അത് സദഖയും സകാത്തുമാണ്. മൂന്നാമത്തെ സാമ്പത്തിക രംഗത്തെ വിധി ബുൽമാണ്. ദുൽം എന്ന വിധി വരുന്ന സാമ്പത്തിക ഇടപാടാണ് റിബ.
പലിശ എന്നുള്ളത്. പലിശ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇടപാട് നടത്തുമ്പോൾ പലിശ അവ രണ്ടിലും വരുന്നതാണ് എങ്കിൽ ഒന്നിൽ വർധനവ് വരുത്തലാണ് പലിശ. ഇൻഷാ അല്ലാഹ് പലിശയുടെ ഇനങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോൾ ആ ഭാഗം മനസ്സിലാകും. ചില വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ അതിൽ പലിശ വരും. അതുകൊണ്ട് തന്നെ ആ വസ്തുക്കളെയും ഇല്ലത്തിൽ കാരണത്തിൽ ആ വസ്തുക്കളോട് യോജിക്കുന്നവയെയും കൈമാറ്റം ചെയ്യുമ്പോൾ കയ്യോട് കയ്യും തുല്യത്തിന് തുല്യവുമായിട്ടാണ് ഇടപാട് നടത്താൻ പറഞ്ഞത്. ഇവ രണ്ടിലൊന്നിൽ ഏറ്റക്കുറച്ചിൽ വന്നാൽ അത് പലിശയാണ്, റിബയാണ്. വൻ പാപങ്ങളിൽ ഒന്നാണ് പലിശ എന്നുള്ളത്. പലിശയുടെ കെടുതികൾ സാമൂഹികമായി, സാമ്പത്തികമായി, പലതും എണ്ണപ്പെടുകയും അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ ഒരു വിഭാഗം പണിയെടുക്കാതെ അധ്വാനിക്കാതെ വളരുകയും അങ്ങനെയുള്ളൊരു വിഭാഗത്തെ പടക്കുകയും ചെയ്യുന്ന പലിശ. അപ്രകാരം സമൂഹത്തിൽ പലിശ പണക്കാർ എന്ന ഒരു സാമൂഹിക ശ്രേണി സൃഷ്ടിക്കപ്പെടുകയാണ് പലിശയിലൂടെ. പ്രസ്തുത ശ്രേണി മറ്റു വിഭാഗങ്ങളെ അടക്കി ഭരിക്കുന്ന, അവരെ തങ്ങളുടെ കീഴിലൊതുക്കുന്ന ഒരു ദുസ്ഥിതിയാണ് സംജാതമാവുക. മനുഷ്യരിൽ പോഷിപ്പിക്കപ്പെടേണ്ട, വളർത്തപ്പെടേണ്ടതായ പല ഗുണങ്ങളും പലിശ എന്ന സാമ്പത്തിക ഇടപാട് മനുഷ്യരിൽ കെടുത്തുകയും അങ്ങനെ മനുഷ്യരുടെ പല ശേഷികളെയും ഹനിക്കുകയും ചെയ്യുന്നു പലിശ എന്ന് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാർ പലിശയുടെ സാമൂഹിക കെടുതിയെ ഉണർത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പലിശ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പരാധീനതകളും നഷ്ടങ്ങളും വളരെ വലുതാണ്. ഈ വർത്തമാന യുഗത്തിൽ അതിൻ്റെ വിശദീകരണം ആവശ്യമില്ലാത്ത വിധം പലിശ ഇടപാടിൽ സാമ്പത്തിക മേഖലയെ കെട്ടിപ്പടുക്കുകയും അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ലോകരാഷ്ട്രങ്ങൾ വരെ കെടുതിയുടെയും കടത്തിൻ്റെയും അപകടാവസ്ഥ നേരിടുന്നൊരു കാലഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ സാമ്പത്തിക അഭിവൃദ്ധിയുടെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് അമുസ്ലിമീങ്ങൾ വരെ പഠനം നടത്തുന്നൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. പലിശ കൊണ്ട് പരാജിതരായി, നഷ്ടക്കാരായി ഇസ്ലാമിലെ സാമ്പത്തിക ശാസ്ത്രം
അമുസ്ലിമീങ്ങൾ പഠന വിധേയമാക്കുമ്പോൾ പല മുസ്ലിമീങ്ങളും പല മുസ്ലിം നാടുകളും പലിശയാൽ പരാജിതരായ നാടുകളെ അനുഗമിച്ചും അവരുടെ സാമ്പത്തിക അടിസ്ഥാനങ്ങളെയും നിയമങ്ങളെയും അനുകരിച്ചുമാണ് ഇന്നുള്ളത് എന്നുള്ളത് ഒരു ഖേദകരമായിട്ടുള്ള വസ്തുതയാണ്. ഇസ്ലാമിൽ സാമ്പത്തിക വിഷയത്തിലെ അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിൻ്റെയും മുൽക്കും മിൽക്കും ഉള്ളവൻ. അള്ളാഹു എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്. അള്ളാഹു എല്ലാത്തിനെയും അധീനപ്പെടുത്തിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടമപ്പെടുത്തിയതിന് അള്ളാഹു മനുഷ്യർ അനന്തരമെടുത്ത് കൈമാറ്റം ചെയ്യുന്നവരായി അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മുൽക്കും മിൽക്കുമാണ് മാൽ എന്നതിനാൽ അള്ളാഹു മനുഷ്യനരുളി ഈ സമ്പത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വിനിമയത്തിൽ അള്ളാഹു അവതരിപ്പിച്ച വിധിവിലക്കുകൾ എന്ത് എന്നുള്ളത് പ്രധാനമാണ്. അള്ളാഹു അനുവദിച്ച നിലക്ക് മാത്രമേ സമ്പത്ത് ഉപയോഗിക്കാവൂ. അള്ളാഹു നിഷിദ്ധമാക്കിയ സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് മനുഷ്യന്മാർ വിട്ടു നിൽക്കേണ്ടതുണ്ട്. അത് സമ്പത്തിൻ്റെ വിഷയത്തിലൊരു അടിസ്ഥാനമാണ്. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കൊരിക്കലും ദുനിയാവ് നിഷിദ്ധാക്കിയിട്ടില്ല. അള്ളാഹു ദുനിയാവിൽ വിരക്തരായി ആഖിറത്തിൽ മാത്രം ലക്ഷ്യമിട്ട് കഴിയുവാനല്ല മനുഷ്യരോട് കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെയോ വബ്തഗി ഫീമാ ആതാകല്ലാഹ് അദ്ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ മനുഷ്യർക്കുള്ള വിഹിതം വിസ്മരിക്കേണ്ടതില്ല. പക്ഷെ അള്ളാഹു അരുളിയത് കൊണ്ട് ആഖിറത്തിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം അത് മനുഷ്യർക്കുണ്ടാകാനും പാടുള്ളതല്ല. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല ഫംശു ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി. അള്ളാഹു കീഴ്പ്പെടുത്തിയതിൽ മനുഷ്യന്മാർക്ക് വിരാജിക്കാം. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഉപജീവനത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് അന്നമായി സ്വീകരിക്കുകയും ഭുജിക്കുകയും ചെയ്യാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതാണ്. ഇതേപോലെ സമ്പത്ത് മനുഷ്യനെ അരുളിയ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിയമങ്ങളെ ആവിഷ്കരിച്ചു. അള്ളാഹു നിയാമകനാണ്. അവൻ നിയമങ്ങളെ അവതരിപ്പിക്കുകയും ആ നിയമങ്ങൾക്കനുസരിച്ച് സമ്പത്ത് വിനിയോഗിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഉണർത്തുകയും ചെയ്തു. സമ്പത്ത് അള്ളാഹു അരുളി. ആ സമ്പത്തിൽ ഒരു വിചാരണയുണ്ട്, ചോദ്യം ചെയ്യപ്പെടലുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന സമ്പത്തിനെ കുറിച്ച് അത് മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു എന്ന വിചാരണയുടെ ഒരു ചോദ്യങ്ങൾ അത് ആഖിറത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉണർത്തുകയും ചെയ്യുകയുണ്ടായി. സമ്പത്ത് ഉടമപ്പെടുത്തുവാനും അതേപോലെ തന്നെ ഉടമപ്പെടുത്തിയ സമ്പത്ത് അത് അള്ളാഹു വെളിച്ചമേകിയതിനനുസരിച്ച് വിനിയോഗിക്കുവാനും മനുഷ്യന് ഈ ദുനിയാവിൽ അവസരമുണ്ട്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേപോലെ എല്ലാവരെയും സമ്പത്ത് നൽകി തുല്യ സൃഷ്ടിപ്പല്ല നൽകിയിട്ടുള്ളത്. പ്രത്യേക മനുഷ്യരിൽ സമ്പത്തുള്ളവരുണ്ട്, സമ്പത്ത് കുറഞ്ഞവരുണ്ട്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത് ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ
വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പടപ്പുകൾക്കിടയിൽ അവൻ്റെ ഔദാര്യം കാരുണ്യം വിഭജിച്ചിരിക്കുന്നത്. ഭൗതിക ലോകത്ത് അല്ലാഹു മനുഷ്യർക്കുള്ള മഈശത്തിനെ വിഭജിച്ചിട്ടുണ്ട്. ചിലരേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ, അത് ചിലർക്ക് കീഴ്പ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ സമ്പത്തുള്ളവരാണ് എങ്കിൽ മനുഷ്യർ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് സഹായികളായി സേവനമനുഷ്ഠിക്കുന്നവരായിട്ട് ജീവിക്കൂല. അവിടെ ഈ ഭൂമുഖത്ത് സന്തുലിതാവസ്ഥ സാമൂഹ്യ ശ്രേണിയിൽ നിലനിൽക്കൂല. വന്നാസു ബിന്നാസി മിൻ ബദ്വിൻ വ ഹാദിറത്തിൻ ബഅദുൻ ലിബഅദിൻ വ ഇല്ലം യശ്ഉറു ഖദമു. ജനങ്ങൾ അവർ ഗ്രാമീണരാകട്ടെ നാഗരികരാകട്ടെ അവർ അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി ചിലർക്ക് സേവകരാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. പണക്കാരുണ്ട്, പണിക്കാരുണ്ട്, സമ്പന്നനുണ്ട്, ദരിദ്രനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സാമൂഹിക പ്രത്യേകത മനുഷ്യരിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ദുനിയാവിൽ സാമ്പത്തിക ഇടപാടുകളിൽ ധാരാളമാണ്. അതിൽ സമ്പത്തുകൾക്കുള്ള ഹുക്കുമുകളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഒന്ന് അത് അദിലാണ്, അതാണ് കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റേത് ഫദ്ലാണ്, ഔദാര്യമാണ്, അതാണ് സദഖയുമായി ബന്ധപ്പെട്ടുള്ളത്. മൂന്നാമത്തേത് ദുൽമാണ്, അന്യായവും അക്രമവും അതിക്രമവുമാണ്, അതാണ് റിബയും പലിശയും പലിശയെ പോലുള്ള മറ്റു ചില സാമ്പത്തിക ഇടപാടുകളും. നമ്മുടെ വിഷയം പലിശയാണ്. എന്താണ് പലിശയുടെ ഹുക്കും? പലിശ വൻപാപമാണ്. എല്ലാ ശരീഅത്തുകളിലും പലിശ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. فبظلم من الذين هادوا حرمنا عليهم طيبات أحلت لهم وبصدهم عن سبيل الله كثيرا وأخذهم الربا وقد نهوا عنه. فبظلم من الذين هادوا, യഹൂദന്മാരുടെ അന്യായങ്ങൾ കാരണത്താൽ ഹറംന അലൈഹിം ത്വയ്യിബാത്തിൻ ഉഹില്ലത് ലഹും, അവർക്ക് അനുവദിക്കപ്പെട്ട ധാരാളം ത്വയ്യിബാത്തുകളെ, നല്ല വസ്തുക്കളെ നാം അവർക്ക് ഹറാമാക്കി. വബിസദ്ദിഹിം അൻ സബീലില്ലാഹി കസീറ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ തടുക്കുകയും ചെയ്തത് കാരണത്താൽ. വഅഖ്ദിഹിമുർ റിബ വഖദ് നുഹു അൻ, പലിശയെ തൊട്ട് യഹൂദന്മാർ വിരോധിക്കപ്പെട്ടിരുന്നു, അതോടൊപ്പം അവർ പലിശ സ്വീകരിക്കുകയും ചെയ്തു. അതിനാൽ അവർക്ക് അനുവദിക്കപ്പെട്ട കുറേ വസ്തുക്കളെ നാം അവർക്ക് ഹറാമാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, അവർക്ക് നിഷിദ്ധമാക്കി. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള ഈ ആയത്തിൽ നിന്ന്, യഹൂദന്മാരുടെ മേൽ പലിശ ഹറാമായിരുന്നു. അതാണ് വഖദ് നുഹു അൻ, അവർ അതിനെ തൊട്ട് വിരോധിക്കപ്പെട്ടവരായിരുന്നു. അപ്പോൾ യഹൂദന്മാർക്ക് പലിശ ഹറാമായിരുന്നു. വേദപുസ്തകങ്ങളിൽ ചില വചനങ്ങൾ കാണുവാൻ സാധിക്കും, അവരോട് പലിശ സ്വീകരിക്കരുത്, പലിശ കടക്കാരോട് വാങ്ങരുത് എന്നറിയിക്കുന്നതായ വചനങ്ങൾ. ഇമാം അൽ-ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇന്നല്ലാഹ ഖദ് നഹാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദരോട് വിരോധിച്ചു, അനി റിബ, പലിശയെ, ഫതനാവലുഹു വഅഖദുഹു, അല്ലാഹു വിരോധിച്ച പലിശ അവർ കൈകാര്യം ചെയ്യുകയും അവർ അത് സ്വീകരിക്കുകയും ചെയ്തു. വഹ്താലു അലൈഹി ബിഅൻവാഇൽ ഹിയൽ, കുറേ തന്ത്രങ്ങൾ അവർ അതിൽ പയറ്റി. വസുനൂഫും മിന ശുബഹ് വസുനൂഫ് മിന ശുബഹ്, ധാരാളം സന്ദേഹമായിട്ടുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ അതും അവർ അതിൽ പയറ്റുകയുണ്ടായി. അങ്ങനെ വാക്കലു അംവാലന്നാസ് ബിൽ ബാത്തിൽ, യഹൂദന്മാർ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി വ്യർത്ഥമായി ഭുജിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ യഹൂദരുടെ മേൽ റിബ നിഷിദ്ധമായിരുന്നു, വേദക്കാരുടെ മേൽ പലിശ നിഷിദ്ധമായിരുന്നു എന്നതാണ് ഇവിടെ ഈ ആയത്ത് വിളിച്ചറിയിക്കുന്നത്. ജാഹിലിയത്തിൽ പലിശ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ വേദിയിൽ പ്രസംഗിച്ചപ്പോൾ, അല ഇന്ന കുല്ല റിബൻ മിൻ റിബൽ ജാഹിലിയത്തി മൗദൂ, അറിയുക ജാഹിലിയത്തിലെ മുഴുവൻ പലിശകളും അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, അത് എൻ്റെ കാൽ ചുവട്ടിൽ വെക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്.
ലക്കും റഊസു അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനമുണ്ട്, നിങ്ങൾ അന്യായം ചെയ്യാൻ പാടുള്ളതല്ല, നിങ്ങളോട് അന്യായവും പാടുള്ളതല്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ പ്രഖ്യാപിച്ചത്. അങ്ങനെ പലിശയിൽ, ജാഹിലിയത്തിൽ പലിശ ഇടപാടിൽ വലിയൊരു വ്യക്തിത്വമായിരുന്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതൃവ്യന്റെ പലിശയെ ഒഴിവാക്കിക്കൊണ്ടാണ് അത് ഈ പ്രഖ്യാപനം നടത്തുകയുണ്ടായത് എന്നാണ്. അപ്പോൾ ഇവിടെ പലിശ ജാഹിലിയത്തിൻ്റെ ഒരു ദുഷിച്ച സംസ്കൃതിയായിരുന്നു, സാമ്പത്തിക രീതിയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ നിഷിദ്ധമാക്കിയ ആയത്തുകളിലൂടെ കണ്ണോടിച്ചാൽ പലിശയുടെ ഗൗരവം അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വദറൂ മാ ബഖിയ മിനർ റിബ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, പലിശയിൽ നിന്ന് ശേഷിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ പലരും ജാഹിലിയത്തിലെ പലിശയുമായി ബന്ധമുള്ളവരായിരുന്നു. അവരോട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇല്ലം തഫ്അലു ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി വഇൻ തുബ്തും ഫലക്കും റൂഊസു അംവാലിക്കും ലാ തദ്ലിമൂൻ വലാ തുദ്ലമൂൻ. എന്താ? നിങ്ങൾ പലിശ ഒഴിവാക്കുന്നില്ല എങ്കിൽ ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള യുദ്ധപ്രഖ്യാപനം, അതിന് ഉള്ള വിളംബരാണ്. വറസൂലിഹി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും. വഇൻ തുബ്തും ഫലക്കും റൂഊസു അംവാലിക്കും ലാ തദ്ലിമൂൻ വലാ തുദ്ലമൂൻ. ഇമാം ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ മുജാഹിദിൽ നിന്നുള്ള റിവായത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ റിവായത്തുള്ളത്? കാനു ഫിൽ ജാഹിലിയത്തി യകൂനു ലിർറജുലി അല റജുലി ദൈൻ ഫയഖൂലു ലക കദാ വകദാ വതുഅഖിർ അന്നി ഫയുഅഖർ അൻഹു. എന്താ? ഒരാൾക്ക് ഇടപാടുണ്ടാവും, കടമിടപാട് ജാഹിലിയത്തിൽ. അങ്ങനെ കടം വീട്ടേണ്ട അവധി എത്തിയിട്ടുണ്ട് എങ്കിൽ വന്നിട്ട് പറയും, നിനക്ക് ഞാൻ ഇന്നതൊക്കെ തരാം, നീ എന്നെ തൊട്ട് പിന്തിപ്പിക്ക് എന്ന് പറഞ്ഞെങ്കിൽ കടത്തിൻ്റെ അവധി നീട്ട്, എനിക്ക് ഇന്നതൊക്കെ തരാം. അപ്പം കടത്തിൻ്റെ അവധി നീട്ടിക്കൊടുക്കുമെന്നാണ്. അപ്പം കടം കൊള്ളുകയും കടം വീട്ടേണ്ട അവധി എത്തിയാൽ അവധി നീട്ടുന്നതിന് പകരം പണം പറ്റുക അല്ലെങ്കിൽ പകരം പറ്റുക, ഇതായിരുന്നു ജാഹിലിയത്തിലെ പലിശയുടെ രീതി എന്നുള്ളതാണ്. ഇതേപോലെ അതാണ് പിന്നെ ലാ തഅകുലു റിബ അദ്ആഫൻ മുദാഅഫ, നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി വരുന്ന പലിശയെ തിന്നല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അതെന്താ? അതിപ്രകാരമാണ്, അവധി നീട്ടുന്നതിനനുസരിച്ച് പലിശ ഏറ്റിവാങ്ങുക. ആ ജാഹിലിയത്തിലെ റിബൻ നസിഅ എന്ന് പറയുന്ന പലിശ. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. എന്താ? الذين يأكلون الربا, പലിശ ഭുജിക്കുന്നവർ, لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس, ഷൈത്താന്റെ ബാധ ഏറ്റ് എഴുന്നേൽക്കുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ പലിശപ്പണക്കാരൻ എഴുന്നേൽക്കുകയില്ല. ذلك بأنهم قالوا إنما البيع مثل الربا, പലിശ ഭുജിച്ചിരുന്നവർ അവർ പറഞ്ഞിരുന്നത് എന്താ? ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, പലിശ പോലെയാണ് കച്ചവടം എന്നാണ്. അള്ളാഹു പറയണ അഹല്ലല്ലാഹുൽ ബൈ, കച്ചവടത്തെ അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. വഹറമ റിബ, പലിശ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ചിത്രീകരണം. എന്താ ചിത്രീകരണം? പലിശ പണക്കാരൻ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക്, ആഖിറത്തിലേക്ക് എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? പൈശാചിക ബാധയേറ്റവൻ, നേരാവിധം നീർന്നടക്കാൻ കഴിയാതെ അവൻ രോഗബാധിതനായി പ്രയാസപ്പെട്ട്
എഴുന്നേൽക്കുന്നത് പോലെയായിരിക്കും അവൻ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇത് പലിശ നിഷിദ്ധമാണെന്നതും അതേപോലെ തന്നെ പലിശ പണക്കാരൻ്റെ അവസ്ഥ ദുർഗതി അതുമാണ് ചിത്രീകരിക്കുന്നത് ഈ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. റിബയെ അല്ലാഹു അനുഗ്രഹം കെടുത്തും, മഹ്ഖ് ചെയ്യും, അതിന്റെ ബർക്കത്ത് അല്ലാഹു കെടുത്തും. വയുർബി സദഖാത്ത്, ദാനധർമ്മങ്ങളെ അല്ലാഹു പോഷിപ്പിക്കുകയും ചെയ്യും. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അപ്പം നോക്കൂ നിങ്ങൾ, ഈ ആയത്തുകൾ പലിശയുടെ വിധിയും അതേപോലെ തന്നെ പലിശയുടെ അല്ലെങ്കിൽ പലിശ ഇടപാടുകാരുടെ അവർക്കുള്ള അപകടവും ഇവിടെ നമുക്ക് വിശദീകരിക്കുകയും മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിൽ ഇതേപോലെ ധാരാളം വിഷയങ്ങൾ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ട് പലിശ പണക്കാരുടെ അവസ്ഥ, അതേപോലെ തന്നെ പലിശയുടെ വിധി. തുടക്കത്തിൽ നമ്മൾ യഹൂദന്മാരുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞ വചനം പറഞ്ഞില്ലേ? എന്താ അള്ളാഹു പറയണ? ഹറംന അലൈഹിം ത്വയ്യിബാത്തിൻ ഉഹില്ലത് ലഹും. യഹൂദന്മാർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന ധാരാളം നല്ല വസ്തുക്കൾ അള്ളാഹു അവർക്ക് നിഷിദ്ധമാക്കി എന്നാണ്, അള്ളാഹു അവർക്ക് തടഞ്ഞു എന്നാണ്. എന്തേ കാരണം? ഒന്ന് ഫബി ദുൽമി മിനല്ലദീന ഹാദു, യഹൂദന്മാരുടെ അന്യായം കാരണത്താൽ. അതേപോലെ തന്നെ വബിസദ്ദിഹിം അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകളെ തടഞ്ഞത് കാരണത്താൽ. പിന്നെന്താ പറഞ്ഞത്? വഅഖ്ദിഹിമുർ റിബ, പലിശ അവർ സ്വീകരിച്ചത് കാരണത്താൽ എന്നാണ്. പലിശ സ്വീകരിച്ചതിനാൽ അള്ളാഹു ഹലാലാക്കിയത് പല നല്ലതൊക്കെ അള്ളാഹു അവർക്ക് തടഞ്ഞു എന്നാണ്. ഏതൊരു നാടാണോ പലിശയുമായി ഇടപെടുന്നത്, ഏതൊരു ജനവിഭാഗമാണോ പലിശയുമായി ഇടപഴകുന്നത്, അവർക്കൊക്കെ ത്വയ്യിബാത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. നല്ല വസ്തുക്കൾ അവർക്ക് തടയപ്പെട്ടത് കാണാൻ സാധിക്കും. ഈ ഒരു അവസ്ഥ, അള്ളാഹു അനുവദിച്ചതായ ത്വയ്യിബാത്ത് തടയപ്പെട്ട അവസ്ഥ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സാമൂഹ്യ തലങ്ങളിൽ, രാഷ്ട്രങ്ങളിൽ വരെ ഈ ഒരു ദുരന്തം കാണാൻ സാധിക്കും. അതൊരു മുന്നറിയിപ്പാണ്. പലിശ ഇടപാട് അത് ഹറംന അലൈഹിം ത്വയ്യിബാത്തിൻ ഉഹില്ലത് ലഹും, അവർക്ക് അനുവദിക്കപ്പെട്ട പല നല്ല വസ്തുക്കളും നാം അവരുടെ മേൽ ഹറാമാക്കി. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിലക്കും അള്ളാഹുവിൽ നിന്നുള്ള തടയലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കലുമൊക്കെ ഉണ്ടാകും പലിശ ഇടപാടുകാർക്ക്. എന്തെന്നെ നിഷിദ്ധാക്കുക? അനുവദിക്കപ്പെട്ടതായ നല്ല വസ്തുക്കളെ തടയുക എന്നുള്ളതാണ്. നല്ല ഉപജീവനങ്ങൾ, നല്ല രീതിയിലുള്ളതായ സൗഖ്യത്തിൻ്റെ സുഖത്തിൻ്റെ വിഭവങ്ങൾ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തടയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൻപാപങ്ങൾ വെടിയാൻ പറഞ്ഞപ്പോൾ ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, നാശകാരികളായ 7 വൻപാപങ്ങളെ വെടിയുവാൻ പറഞ്ഞപ്പോൾ അതിൽ തിരുനബി എണ്ണിയത് ഒന്ന് വഅക്ലു റിബ, പലിശ തിന്നുക എന്നുള്ളതാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വകാതിബഹു വശാഹിദൈ, തിന്നുന്നവൻ, തീറ്റുന്നവൻ, എഴുതുന്നവൻ, സാക്ഷികളാകുന്നവർ, ഇവരൊക്കെ ശപിച്ചു അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹും സവാ എന്നാണ് തിരുനബി പറഞ്ഞത്, അവർ സമന്മാരാണ് എന്നാണ് പറഞ്ഞത്. ഇതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അഹദുൻ അക്സറ മിനർ റിബ ഇല്ലാ കാന ആഖിബതു അംരിഹി ഇലാ ഖില്ല. മാ അഹദുൻ അക്സറ മിനർ റിബ, ആരാണോ പലിശയെ പെരുപ്പിച്ചത്, ഇല്ലാ കാന ആഖിബതു അംരിഹി ഇലാ ഖില്ല, അവന്റെ പര്യവസാനം അത് ഇല്ലായ്മയിലേക്ക് മടങ്ങും എന്നുള്ളതാണ്. പലിശ പണക്കാരന്റെ ഫ്യൂച്ചർ അത് ഇല്ലായ്മയിലേക്ക്, സാമ്പത്തിക പരാധീനതയിലേക്ക്, സാമ്പത്തിക കെടുതിയിലേക്കാണ്
എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു തിരുമൊഴി അർരിബ സലാസത്തുൻ വസബഊന ബാബൻ ഐസറുഹാ മിസ്ല യൻകിഹ അർറജുലു ഉമ്മഹു വഇന്ന അർബ അർരിബ ഇർദുർ റജുൽ അൽ മുസ്ലിം. പലിശയുടെ 73 ബാബുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലേറ്റവും എളുപ്പമായത് ഒരു മനുഷ്യൻ സ്വന്തം മാതാവിനെ പ്രാപിക്കുന്നതിന് തുല്യം എന്നാണ്. അപ്പം അത്രമാത്രം ഒരു വഷളായ ഒരു ചിത്രീകരണം പലിശയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നത് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഹംബല റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദിർഹമു റിബൻ യഅകുലുഹു റജുൽ, ഒരു മനുഷ്യൻ തിന്നുന്ന ഒരു ദിർഹം പലിശ, ഒരു ദിർഹം, വഹുവ യഅലം, അറിഞ്ഞുകൊണ്ടാണ് ആ പലിശ തിന്നുന്നത് എങ്കിൽ അത് അശദ്ദു മിൻ 36 സനിയ, 36 തവണ വ്യഭിചരിക്കുന്നതിന് അതിനേക്കാൾ കഠിനം എന്നാണ്. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള തിരുമൊഴിയിൽ കാണാം, ഇദാ ബഹറ الزنا والربا في قرية فقد أحلوا بأنفسهم عذاب الله. ഇദാ ബഹറ الزنا والربا, സിനയും റിബയും പലിശയും വ്യഭിചാരവും ഒരു നാട്ടിൽ വ്യാപകമായാൽ ഫഖദ് അഹല്ലു ബിഅൻഫുസിഹിം അദാബല്ലാഹ്, അവർ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയെ അവരെ ഇറക്കിയിരിക്കുന്നു, പഠിച്ചവൻ്റെ അദാബ് അവർ ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അതിൻ്റെ ഗൗരവം ഇതൊക്കെ ഈ അസറുകളൊക്കെ ഷെയ്ഖ് അൽബാനിയെ പോലുള്ളതായ പണ്ഡിതന്മാർ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചതായ അസറുകളാണ്. സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി സഹീഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയെ കാണുകയാണ്. എന്താ ഹദീസിലുള്ളത്? ഫൻതലഖ്നാ ഹത്താ അതൈന അലാ നഹ്രിൻ മിൻ ദം ഫീഹി റജുലുൻ ഖായിമുൻ വഅലാ വസത്തിൻ നഹ്രി റജുലുൻ ബൈന യദൈഹി ഹിജാറ ഫഅഖ്ബല الرجل الذي في النهر فإذا أراد أن يخرج رمى الرجل بحجر في فيه എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോര നിറഞ്ഞൊഴുകുന്ന ഒരു പുഴ കാണുകയാണ്. അതിൻ്റെ മധ്യത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ട് കല്ലായിട്ട്, ഒരാൾ ആ പുഴയിൽ നീന്തി തുടിക്കണുണ്ട്. നീന്തുന്നവൻ ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ വായയിലേക്ക് നിൽക്കുന്ന വ്യക്തി ഒരു കല്ലെറിയുകയാണ്. അപ്പോൾ കല്ല് ആരെയാണ് എറിയണത്? ആ നീന്തുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾ വന്നിടത്തേക്ക് ആ കല്ലേറ് കൊണ്ടിട്ട്, തൊള്ളയിലെ കല്ലല്ലേ, അവിടേക്ക് താഴുകയാണ്. അങ്ങനെ എപ്പോഴൊക്കെ ആ ചോര നിറഞ്ഞൊഴുകുന്ന പുഴയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അവിടെയൊക്കെ എന്ത് ചെയ്യാണ്? ഇയാളെ കല്ലെറിയാണ്, ഇയാളെ തൊള്ളയിലേക്ക്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, ആരാണത്, എന്തിനാണ് അയാളെ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് ചോദിച്ചപ്പോൾ, അല്ലദീ റഅയ്തുഹു ഫിന്നഹർ ആകിലു റിബ, ആ ചോര നിറഞ്ഞൊഴുകുന്ന പുഴയിൽ ഞാൻ കണ്ടത് പലിശ തിന്നുന്ന മനുഷ്യനെയാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം ബുഖാരിയുടെ റിവായത്താണ്. അതൊക്കെ പലിശയുടെ അപകടം, അതേപോലെ തന്നെ പലിശ പണ തിന്നുന്നവൻ്റെ അവസ്ഥ, ഇതാണിത് ചിത്രീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുമൊഴികൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പലിശ നിഷിദ്ധമാണ്. വൻപാപങ്ങളിൽ വൻപാപവുമാണ് പലിശ. അതുകൊണ്ട് പലിശ നമ്മളിലേക്ക്, നമ്മളുടെ വരുമാനത്തിലേക്ക് വന്നു ചേരുന്നത്, നമ്മുടെ വയറ്റിലേക്ക് ഭക്ഷണമായി ഇറങ്ങുന്നത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. നമ്മൾ ജീവിക്കുന്നതായി ഈ ആധുനിക യുഗത്തിൽ പലവിധ പേരുകളിൽ പലിശ സാമ്പത്തിക വിഷയങ്ങളിൽ കയറിക്കൂടുന്ന, ഇടം പറ്റുന്ന ഒരു അവസ്ഥയാണുള്ളത്. പല ഇടപാടുകളുണ്ട്. പല സാമ്പത്തിക
വിഷയങ്ങളുണ്ട് പലിശയുമായി ബന്ധപ്പെടുന്നത്. ശർഈയായ മതവിധികൾ എന്താണ് സാമ്പത്തിക വിഷയങ്ങളിൽ, അതുപോലെ ഇടപാടുകളിൽ? ഇത് അനിവാര്യമായും അന്വേഷിച്ചു കൊണ്ടായിരിക്കണം അത്തരം ഇടപാടുകളിൽ ആളുകളാകുന്നത് എന്നാണ് ഇവിടെ ഉണർത്തുവാനുള്ളത്. പണ്ഡിതന്മാർ രണ്ട് രീതിയിലുള്ള പലിശയെക്കുറിച്ച് ഉണർത്തിയിട്ടുണ്ട്. ഒന്ന് റിബൻ നസീഅയാണ്. റിബൻ നസീഅ എന്ന് പറഞ്ഞാൽ കടക്കാരന് അവധി നീട്ടിക്കൊടുക്കുന്നതിന് പകരമായി കടം കൊടുത്തവൻ സ്വീകരിക്കുന്ന വർധനവാണ്. ഒരാൾ 1000 റിയാൽ കടം കൊടുക്കുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തന്നാൽ മതി. പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞ് തരുമ്പോൾ 1100 റിയാൽ തരണം എന്ന് പറയാം. ഇതാണ് റിബൻ നസീഅന്റെ ഉദാഹരണം. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, ഒരാൾ 1000 കടം കൊടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് തരാൻ. ഒരു മാസം കഴിഞ്ഞ് കടം കൊണ്ടവൻ വരുമ്പോൾ ഞാൻ എനിക്ക് ഒരു മാസം കൂടി നീട്ടിത്തരാം, പക്ഷേ നീ എനിക്ക് തിരിച്ചു വരുമ്പോൾ 1200 റിയാൽ തരണം. ഇങ്ങനെ ഏറെ വാങ്ങുക, ഇതും റിബൻ നസീഅയാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബ അദ്ആഫൻ മുദാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന ആയത്തിൽ കൈകാര്യം ചെയ്യുന്ന പലിശ ഇതുപോലുള്ള റിബൻ നസീഅയാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു പലിശയാണ് റിബൽ ഫദ്ൽ. റിബൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ നാണയവും തമ്മിലുള്ള കൈമാറ്റമാണ്, അല്ലെങ്കിൽ ഭക്ഷണവും തമ്മിലുള്ള കൈമാറ്റമാണ്. കൈമാറ്റം ചെയ്യുമ്പോൾ നൂലോട് നൂലായിരിക്കണം എന്നുള്ളതാണ് നിയമം, കയ്യോട് കൈയായിരിക്കണം എന്നുള്ളതുമാണ് നിയമം. നൂലോട് നൂല് എന്ന് പറഞ്ഞാൽ തുല്യത്തിന് തുല്യം, നൂലളവിൽ എന്ന് പറയില്ലേ, നൂലളവിലായിരിക്കണം കൈമാറ്റം ചെയ്യണത്. നാണയവും കൈമാറ്റം ചെയ്യുമ്പോൾ നൂലളവിലായിരിക്കണം, അത് കയ്യോട് കൈയായിരിക്കണം. പക്ഷേ കൈമാറ്റം ചെയ്യപ്പെടുന്ന നാണയങ്ങളിൽ ഒരേ വർഗത്തിൽപ്പെട്ടത് കൈമാറ്റം ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഉണ്ടായാൽ അത് പലിശയാണ്. അതാണ് റിബൽ ഫദ്ൽ എന്ന് പറയുന്നത്. ഇതേപോലെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒരേ വർഗത്തിൽപ്പെട്ടത് കൈമാറ്റം ചെയ്യുമ്പോൾ, ഇപ്പോൾ കാരക്കയും നെല്ലും ഗോതമ്പും ബാർലിയും ഇങ്ങനെ ഒരേ വർഗത്തിൽപ്പെട്ടത് കൈമാറ്റം ചെയ്യുമ്പോൾ അത് നൂലളവിലായിരിക്കണം, കയ്യോട് കൈയായിരിക്കണം. പക്ഷേ കൈമാറ്റം ചെയ്യുമ്പോൾ ഒന്നിൽ വർധനവുണ്ടായാൽ അത് പലിശയാണ്. അതിനാണ് റിബൽ ഫദ്ൽ എന്ന് പറയുക. റിബൻ നസീഅയും റിബൽ ഫദ്ലും തമ്മിലുള്ള വ്യത്യാസം, റിബൻ നസീഅ നമ്മൾ പറഞ്ഞു കൈമാറ്റം ചെയ്യുക, പക്ഷേ അവധി എത്തിയിട്ടുണ്ട് എങ്കിൽ അവധി നീട്ടിത്തരാം, ഏറെ തരാ എന്നുള്ള വ്യവസ്ഥയിൽ. അല്ലെങ്കിൽ കടം കൊടുക്കുമ്പോൾ വീട്ടുന്ന സമയത്ത് കൂടുതൽ തരണം എന്ന നിലക്ക് കടം കൊടുക്കുക. ഇതാണ് റിബന്റെ 2 ഇനങ്ങൾ. റിബൽ ഫദ്ലിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണെന്ന് അറിയിക്കുന്ന തെളിവുകളിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദഹബു ബിദ്ദഹബി വൽഫിദ്ദതു ബിൽഫിദ്ദതി വൽബുറു ബിൽബുറി വശഈറു ബിശഈരി വതംറു ബിത്തംർ വൽമിൽഹു ബിൽമിൽഹ് മിസ്ലൻ ബിമിസ്ൽ സവാഅൻ ബിസവാ യദൻ ബിയദ് ഫഇദാ ഇഖ്തലഫത് ഹാദിഹിൽ അസ്നാമു ഫബീഉ കൈഫ ശിഅ്തും
ഇദാ കാന യദൻ ബിയദ്. എന്താ? അദ്ദഹബ് ബിദ്ദഹബ്, സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ, വൽ ഫിദ്ദതു ബിൽ ഫിദ്ദ, വെള്ളിയും കൈമാറ്റം ചെയ്യുമ്പോൾ, വൽ ബുർറു ബിൽ ബുർ, ഗോതമ്പും കൈമാറ്റം ചെയ്യുമ്പോൾ, ഗോതമ്പുമായി കൈമാറ്റം ചെയ്യുമ്പോൾ, വശഈറു ബിശഈർ, ബാർലി കൊണ്ട് കൈമാറ്റം ചെയ്യുമ്പോൾ, വത്തംറു ബിത്തംർ, കാരക്കയുമായി കൈമാറ്റം ചെയ്യുമ്പോൾ, വൽ മിൽഹു ബിൽ മിൽഹ്, ഉപ്പുമായി കൈമാറ്റം ചെയ്യുമ്പോൾ, മിസ്ലം ബി മിസ്ൽ, തുല്യത്തിന് തുല്യമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. തുല്യ അളവിലാണ് കൈമാറ്റം ചെയ്യേണ്ടത്. നൂലളവിൽ എന്നതിന് പറയാം. സവാ അംബി സവാ, അതേപോലെ ഇതും അതാണ്, തുല്യത്തിന് തുല്യമായി. യദൻ ബിയദ് എന്ന് പറഞ്ഞാൽ എന്താ? കയ്യോട് കൈമാറ്റം ചെയ്യണം, റൊക്കമായിട്ട് കൈമാറ്റം ചെയ്യണം. ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് അതേ സാധനം നാളെ, അങ്ങനെയല്ല, പിന്നെയോ ഒരേ സമയം കൈമാറ്റം ചെയ്യപ്പെടണം. ഫൈദ ഇഖ്തലഫത് ഹാദിഹിൽ അസ്നാഫ്, ഈ വർഗങ്ങൾ വ്യത്യാസപ്പെട്ടാൽ, ഫബീഉ കൈഫ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കും വിധം നിങ്ങൾ അത് കച്ചവടം നടത്തുക. ഇദാ കാന യദൻ ബിയദ്, അത് റൊക്കമായിട്ടാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വർണവുമായി കൈമാറ്റം ചെയ്യുമ്പോഴാണ് നൂലളവിൽ കയ്യോട് കൈ. എന്നാൽ ഒരാൾ സ്വർണവും വെള്ളിയും കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ നൂലളവിലാണ്ട, 1 പവന് സ്വർണം 1 പവൻ വെള്ളി, അങ്ങനെയല്ല, അങ്ങനെ നൂലളവിലായിക്കൊള്ളുന്നില്ല. പിന്നെയോ ആ സിൻഫ് വർഗം വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കും വിധം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൈമാറ്റം ചെയ്യാം. 1 ദിർഹം അല്ലെങ്കിൽ 1 ദീനാർ 10 ദിർഹം, ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ ചെയ്യാം. പക്ഷെ എന്തായിരിക്കണം? അത് ഇദാ കാന യദൻ ബിയദ്, കയ്യോട് കൈയായിരിക്കണം, അവധി വെച്ചിട്ടല്ല. പിന്നെയോ കയ്യോട് കൈയായിരിക്കണം കൈമാറ്റം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇപ്പൊ സ്വർണം അരിയുമായി കൈമാറ്റം ചെയ്യുമ്പോൾ സ്വർണത്തിന്റെ തൂക്കം തന്നെ അരി അല്ല, പിന്നെയോ അരി കൂടുതൽ തൂക്കാകാം, സ്വർണം കുറച്ച് തൂക്കാവാം, അങ്ങനെ കൈമാറ്റം ചെയ്യാം. നൂലളവ് പ്രശ്നമല്ല. പക്ഷെ എന്തായിരിക്കണം? അത് കയ്യോട് കൈയായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് റിബൽ ഫദ്ലിന്റെ ഉദാഹരണവും റിബൽ ഫദ്ല് നിഷിദ്ധമാണ് എന്നുള്ളതിൻ്റെ തെളിവും. ഇവിടെ ഒരു മസ്അല, ഈ ഹദീസിൽ, റിബൽ ഫദ്ലിന്റെ ഹദീസിൽ സ്വർണം, വെള്ളി, ഗോതമ്പ്, ബാർലി, കാരക്ക, ഉപ്പ്, ഈ 6 വസ്തുക്കളെയാണ് എണ്ണിയത്. സ്വർണം, വെള്ളി, ബാർലി, ഗോതമ്പ്, കാരക്ക, ഉപ്പ്. ഈ വസ്തുക്കൾ അന്യോന്യം കൈമാറ്റം ചെയ്യുമ്പോഴാണ് പലിശ എന്ന് പറഞ്ഞത്. അതാണ് റിബൽ ഫദ്ൽ. ഇപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ ഇത് ഈ വസ്തുക്കളിൽ മാത്രം പരിമിതമാണോ? അതല്ല, ഈ വസ്തുക്കൾക്കപ്പുറം ഇതിനോട് സാദൃശ്യമായ വസ്തുക്കൾ, അതിലും പലിശ വരുമോ? ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ വസ്തുക്കളോട് നിർണിത ഇല്ലത്തിൽ, കാരണത്തിൽ പങ്കാളികളാകുന്ന വസ്തുക്കൾക്കൊക്കെ പലിശ വരും. ഇപ്പൊ സ്വർണവും വെള്ളിയും, അതേപോലെ തന്നെ അതിനോട് സാധർമ്മ്യത്തിലാകുന്ന, ഖിയാസാക്കപ്പെടുന്ന വസ്തുക്കൾ, കറൻസികൾ, മൊത്തത്തിൽ കറൻസികൾ അന്യോന്യം കൈമാറ്റം ചെയ്യുമ്പോൾ, ഇപ്പൊ നോട്ടുമായി കൈമാറ്റം ചെയ്യുമ്പോൾ, റിയാലുമായി കൈമാറ്റം ചെയ്യുമ്പോൾ, ഡോളറുമായി കൈമാറ്റം ചെയ്യുമ്പോൾ അതിൽ പലിശ വരും. കാരണം എന്താ? സ്വർണത്തിനും വെള്ളിക്കും പരിമിതമല്ല, പിന്നെയോ നാണയങ്ങളായി, കറൻസികളായി ഉപയോഗിക്കുന്ന എല്ലാം ഇതിനോട് ഖിയാസാക്കപ്പെടും, സാധർമ്മ്യം ചെയ്യപ്പെടും, താരതമ്യം ചെയ്യപ്പെടും. അപ്പൊ നാണയമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഇല്ലത്ത്. കാരണം ആ വകുപ്പിലുള്ളത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ ഉദ്ദേശമാണ്. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്. വാഹിരിയ പ്രസ്ഥാനത്തിന്റെ വാഹിരി മദ്ഹബിന്റെ വാക്താക്കൾ അവർ പറഞ്ഞു
ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞ 6 കാര്യങ്ങളുണ്ട്, 6 വസ്തുക്കൾ. അതിൽ മാത്രമേ പലിശ വരുള്ളൂ. അതിനപ്പുറമുള്ളതിനൊന്നും പലിശ വരില്ല. കാരണം വാഹിരി മദ്ഹബിന്റെ ആളുകൾ അവർ ഖിയാസിനെ നിഷേധിക്കുന്നവരാണ്. അവർ ഖിയാസിനെ തെളിവ് ആയിട്ട് ദലീലായിട്ട് സമ്മതിക്കാത്തവരാണ്. ആ ഒരു ഖിയാസ് ദലീലല്ല എന്നുള്ള അവരുടെ ഒരു വാദം, അതാണ് അവർക്ക് ഇങ്ങനെ ഒരു വാദം ഇവിടെ ഉന്നയിക്കുവാൻ കാരണമായത്. ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അവരിലേക്ക് ചേർത്ത് ഈ അഭിപ്രായം പറയപ്പെടാറുണ്ട്. ഇബ്നു അബ്ബാസും അതേപോലെ തന്നെ ഇബ്നു ഉമറും ഈ 6 വസ്തുക്കളിൽ മാത്രമാണ് റിബൽ ഫദ്ൽ വരിക എന്ന അഭിപ്രായക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അവർ ആദ്യകാലത്ത് അവരുടെ വീക്ഷണം അതായിരുന്നുവെങ്കിലും പിന്നീട് അവർ അവരുടെ വീക്ഷണങ്ങളിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ സ്ഥിരീകരിക്കുകയും അവർ മടങ്ങി എന്നുള്ള അഭിപ്രായമാണ് അവരെ തൊട്ട് സഹീഹായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ സ്ഥിരീകരിക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസിലേക്കും ഇബ്നു ഉമറിലേക്കും ഈ റിബൽ ഫദ്ൽ ഈ വസ്തുക്കളിൽ മാത്രമേ വരുള്ളൂ, മറ്റതിലൊന്നും വരൂല്ല എന്ന് പറയുന്ന വാദം ചേർക്കുന്നത് ശരിയല്ല എന്ന് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 6 വസ്തുക്കൾ, സ്വർണം, വെള്ളി, ഗോതമ്പ്, ബാർലി, കാരക്ക, ഉപ്പ്, ഈ 6 വസ്തുക്കൾ, അതും ഇല്ലത്തിൽ കാരണത്തിൽ അവയോടൊക്കുന്നവയും അതിലെന്ത് ചെയ്യും? ഏറ്റക്കുറച്ചിലുണ്ടായാൽ പലിശ വരും എന്നുള്ളതാണ്. ഇവിടെ സ്വർണവും വെള്ളിയും അതിൽ പലിശ വരാനുള്ള ഇല്ലത്ത് കാരണം എന്താണ്? ചിലർ പറഞ്ഞു, ഫുഖഹാക്കളിൽ ചിലർ പറഞ്ഞു അവിടെ അത് അസ്മാനുകളാണ്. അതെന്താണ്? കറൻസികളാണ്, വിലയാണ്. അപ്പോൾ വിലയായി കറൻസി ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതിലൊക്കെ എന്ത് വരും? പലിശ വരും. അപ്പോൾ ഉറുപ്പികയുമായി കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യമായിരിക്കണം. ഡോളറുമായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യമായിരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ചിലർ പറഞ്ഞത് ഇല്ലത്ത് വസ്നാണ്, തൂക്കുക എന്നുള്ളതാണ്. സ്വർണവും വെള്ളിയും തൂക്കി വാങ്ങുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ തൂക്കി വാങ്ങുന്നതിനൊക്കെ അടിസ്ഥാനം വസ്നായതിനൊക്കെ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും? അതിൽ ഇല്ലത്ത് വരും. അത് തുല്യത്തിന് തുല്യമായിരിക്കണം. ഹനഫികളുടെ പക്ഷം അതാണ് ആ വിഷയത്തിൽ. എന്നാൽ ഗോതമ്പ്, ബാർലി, കാരക്ക, ഉപ്പ് പോലുള്ളതിൽ ഇല്ലത്തിന്റെ ഇല്ലത്ത് എന്താണ്? ഒരു വിഭാഗം പറഞ്ഞത് ഇല്ലത്ത് അത് കയ്യിലാണ്, അളന്നു വാങ്ങുന്നതാണ്. അപ്പൊ അളന്നു വാങ്ങുന്നതായ ഭക്ഷണ പദാർത്ഥങ്ങൾ അതിലൊക്കെ എന്ത് വരും? പലിശ വരും. എപ്പോൾ? ഏറ്റക്കുറച്ചിലുണ്ടായാൽ. ഉപ്പ്, കാരക്ക, അതേപോലെ ഗോതമ്പ്, ഇതൊക്കെ അങ്ങനെയാണ്. സാഴ്, മുദ്, ഇങ്ങനെയായിരുന്നു അതിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അളന്നു വാങ്ങുന്നതിലൊക്കെ പലിശ വരും എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് അളന്നു വാങ്ങുക എന്നുള്ളതല്ല, പിന്നെയോ ത്വാമായി ഭക്ഷണമായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് കൈമാറ്റം ചെയ്യുമ്പോൾ എന്തായിരിക്കണം? അത് തുല്യത്തിന് തുല്യമായിരിക്കണം. അപ്പോൾ അരി ഇവിടെ പറഞ്ഞിട്ടില്ല, അരി ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ആ വകുപ്പിൽപ്പെട്ട ഉണക്കമുന്തിരി പോലുള്ളതൊക്കെ അതിൽപ്പെട്ട്. മറ്റു ചിലർ പറഞ്ഞത് അളന്നു വാങ്ങുകയും ഭക്ഷണമായി ഉപയോഗിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ തൂക്കി വാങ്ങുകയും ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക, അതാണ് ഇല്ലത്ത്. വേറെയും അഭിപ്രായങ്ങൾ ഇല്ലത്തിനെ നിർണ്ണയിക്കുന്ന വിഷയത്തിൽ പറഞ്ഞവരുണ്ട്. മാലിക്കികൾ പറഞ്ഞത് സ്വയം സൂക്ഷിച്ചു വെക്കാവുന്നതും ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതും മായുദ്ദഖർ വയുഖ്താത്ത്, അതാണ് ഫിഖ്ഹി ഭാഷ. ഏതായാലും ഇവിടെ പ്രബലമായിട്ടുള്ള അഭിപ്രായം സ്വർണം, വെള്ളി എന്നുള്ളതിൽ സമനിയത്ത്, വിലയായിട്ട് ഉപയോഗിക്കുന്ന കറൻസികൾ പോലുള്ളത്. മറ്റേ 4 എണ്ണം കാരക്ക, ബാർലി, ഗോതമ്പ്, ഉപ്പ് പോലുള്ളത് ഭക്ഷണമാണ്, അളന്നു വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഭക്ഷണമാണ്, തൂക്കി വാങ്ങുന്നതാണ്. അതാണ് അതിലുള്ള ഇല്ലത്ത്. ഈ കാരണങ്ങളിൽ ഇവയോടൊക്കുന്നതൊക്കെ അതിലൊക്കെ പലിശ വരും.
അതുകൊണ്ട് തന്നെ അത്തരം വസ്തുക്കളൊക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ, ഇടപാട് നടത്തപ്പെടുമ്പോൾ അത് നൂലളവിലായിരിക്കണം, കയ്യോട് കയ്യുമായിരിക്കണം, റൊക്കമായിരിക്കണം എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇല്ലത്തിലൊക്കാത്ത മറ്റു വസ്തുക്കളുണ്ടല്ലോ, ഇപ്പോൾ എണ്ണി വാങ്ങുന്നത്, അളന്ന് വാങ്ങാൻ എങ്ങനെ? പിന്നെ ഇപ്പോൾ വസ്ത്രം വാങ്ങലെങ്ങനെ? വസ്ത്രം നമ്മൾ അളന്നിട്ടാണ്. പിന്നെ 1 മുഴം 2 മുഴം 1 മീറ്റർ 2 മീറ്റർ അങ്ങനെ അളന്നിട്ട്, അല്ലാതെ നമ്മൾ പിന്നെ ഈ കയ്യിലുകൊണ്ട് അളക്കുക എന്നുള്ളതല്ല. പിന്നെ ഈ 1 മുദ് അല്ലെങ്കിൽ 1 സാഴ് 1 പറ ഇങ്ങനെ അളക്കണ അളവല്ല ഉദ്ദേശം. അത് ഇവിടെ പറ്റൂല. അതും കയ്യിലുമാണ്, താമുമാണ്, ഭക്ഷണവുമാണ് അളക്കുന്നതാണ് എങ്കിൽ അതിൽ പലിശ വരും. എന്നാൽ പിന്നെ നമ്മൾ തുണിയൊക്കെ വാങ്ങുമ്പോൾ 1 മീറ്റർ 2 മീറ്റർ അങ്ങനെ അളക്കുന്നത്, അതേപോലെ തന്നെ എണ്ണി വാങ്ങുന്നത്. ഇപ്പം കാലികളെ വാങ്ങുമ്പോൾ ഒരു പോത്തിനെ കൊടുത്ത് 5 ആടിനെ വാങ്ങുകയാണ്. അത് അനുവദനീയാണ്. കാരണം എന്തുകൊണ്ട്? ഇവിടെ ഈ ഇല്ലത്തിൽ അവ ഒക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ട്. ഇതേപോലെ ഒരു 2 മീറ്റർ തുണി കൊടുത്ത് മറ്റൊരു തുണി 5 മീറ്റർ വാങ്ങാം. അവിടെ ഏറ്റക്കുറച്ചിലിന്റെ പ്രശ്നമല്ല. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഏതിൻ്റെ വിഷയത്തിൽ? റിബൽ ഫദ്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അതിൻ്റെ തെളിവും ആ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായ ഏതാനും മസ്അലകളും. അപ്പം ഈ പിന്നെ ഇപ്പം നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഹുക്കുമുകളും എന്തുകൊണ്ട് പലിശ നിഷിദ്ധമാക്കി എന്നുള്ള ആ വിഷയങ്ങളും, പിന്നെ പലിശയുടെ 2 ഇനങ്ങൾ, റിബൽ ഫദ്ല്, റിബൻ നസിയ, ഇതുമാണ് ഇവിടെ വിശദീകരിച്ചത്. ഇനി പലിശ വരുന്നതായ ചില ഇടപാടുകളുണ്ട്, പലിശ ബന്ധപ്പെടുന്നതായ ചില ആധുനിക സാമ്പത്തിക വിനിമയങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു ഭാഗം ഇതിനെ തുടർന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. പിന്നെ ചില ഉദാഹരണങ്ങളിലൂടെ, ചില ആധുനിക പിന്നെ സാമ്പത്തിക വിനിമയങ്ങളിലൂടെ അടുത്ത ഒരു ക്ലാസ്സിൽ. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അറിവിൽപ്പെട്ടതിനോട് പ്രതികരിക്കും. കിട്ടാത്താണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ നമുക്കത് നോക്കിയതിന് ശേഷം കൂടുതൽ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. എന്റെ സംശയം എന്ന് പറഞ്ഞാല്, നമ്മൾ നാട്ടില് LIC അതല്ലെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസിലുള്ള ഫണ്ട് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ചേർന്നാല്, LIC പറ്റി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അത് അവരുടെ ലാഭവിധമാണ് തരുന്നത്. അപ്പൊ അത് വർഷം ഫിക്സഡ് ആയിരിക്കില്ല, എല്ലാ വർഷവും അതിന്റെ വ്യത്യാസം ഉണ്ടാവും പൈസ, അവരുടെ ലാഭത്തിന്റെ പങ്ക്. അപ്പൊ അത് നമുക്ക് പലിശയായിട്ട് വരുമെന്ന് അറിയാൻ വേണ്ടത്. രണ്ടാമത്തത്, ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ ഫിക്സ്ഡ് എമൗണ്ട് ആണ് അവർ തരുന്നത്. അപ്പൊ അത് പലിശയിലാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് നമ്മൾ അടച്ച പൈസ മാത്രമായിട്ട് അവർ തരില്ല, അവര് ഈ എക്സ്ട്രാ ഉള്ള പൈസ കൂടി തരുള്ളൂ. അപ്പൊ നമുക്ക് ആ പൈസ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ വന്നാൽ എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും, ഏത് രീതിയിൽ നമുക്ക് അത് ഒഴിവാക്കണം എന്നുള്ളതിനൊരു നിർദ്ദേശം നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം അതാണ് LIC. അത് പലിശയിൽ അധിഷ്ഠിതമാണ്. പലിശയിൽ അധിഷ്ഠിതമാണ് ലൈഫ് ഇൻഷുറൻസ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അയാൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്, അതിൽ സഹകരിക്കാൻ പാടുള്ളതല്ല. അതിൻ്റെ പിന്നെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അത് പലിശയുമായി ബന്ധപ്പെടുന്ന പിന്നെ ഒരു ഇടപാടാണ് LIC എന്നുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനോട് സഹകരിക്കാൻ പാടുള്ളതല്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. ആരാണോ അതിൽ ഇടപെട്ടിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫലക്കും റൂഉസു അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനമുണ്ട്, നമ്മളുടെ മൂലധനം അതിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ്, നമ്മളത് എടുത്ത് നമ്മളുടെ തടി സലാമത്താക്കാണ് വേണ്ടത്. മറ്റേത് ഫിക്സഡ് ഡിപ്പോസിറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നാമത് നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ടുള്ളതായ ഇടപാടുകളാണ് എങ്കിൽ അതിനോട് സഹകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. അനിവാര്യ ഘട്ടങ്ങൾ അങ്ങനെ സഹകരിക്കേണ്ടി വരുമ്പോൾ, നമ്മൾക്ക് അതിന് ഇടപെടേണ്ടി വരുമ്പോൾ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഉള്ളത് എന്താണ്, നമ്മൾ ചെലവഴിച്ചതായ നമ്മുടെ മൂലധനമാണ്. ഇനി ഒരാൾ അയാളുടെ മൂലധനം തിരിച്ച് സ്വീകരിക്കുമ്പോൾ ഏറെ വരുന്നത് സ്വീകരിക്കുവാൻ അയാൾ നിർബന്ധിതനാണ് എങ്കിൽ അയാൾ അതിൽ നിന്ന് തൻ്റെ തടി സലാമത്താക്കാണ് വേണ്ടത്. എങ്ങനെ? അത് അയാളോ അയാളുടെ നിർബന്ധ
ചെലവിൽ കഴിയുന്നവരോ ഉപയോഗിക്കാതെ പലിശയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയാണ് എന്നുള്ള നീയത്തിൽ അയാൾ അതൊരു മറ്റ് ഒരു വഴിയിലേക്ക് മാർഗത്തിലേക്ക് ചെലവഴിക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഒരു പൊതു സംരംഭത്തിനോ അത് വിനിയോഗിക്കുക. ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പൊതു സംരംഭത്തിന്, അത് ഒരു റോഡ് പണിക്കോ അല്ലെങ്കിൽ മറ്റൊരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാധുക്കളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കോ അതിനെ ഒഴിവാക്കിയിട്ട് അയാളതൊരു തൻ്റെ തടി പലിശയിൽ നിന്ന് സലാമത്താക്കുകയാണ് എന്നുള്ള പുണ്യം, അതിനു വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു അനിവാര്യ ഘട്ടമാണ് ഉള്ളത് എങ്കിൽ ഇതാണ് അതിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. അല്ലാഹു ആലം. എന്തൊക്കെ ചോദ്യമുള്ളത്, പിന്നെ ഈ നമ്മുടെ അടുത്തുള്ള പഴയ സ്വർണം അത് നമ്മള് ജ്വല്ലറിയിൽ കൊടുക്കുമ്പോൾ പുതിയ സ്വർണം വാങ്ങുകയാണെങ്കിൽ അതിനൊരു മൂല്യം കാണും അവര്. അപ്പം നമ്മളെ പഴയ സ്വർണത്തിന്റെ അത്ര മൂല്യം പുതിയ സ്വർണം കിട്ടില്ല. അപ്പൊ അത് പലിശയാകും. അതായത് സ്വർണവുമായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ജ്വല്ലറിയിലേക്ക് പഴയ സ്വർണ്ണമായിട്ട് പോവാണ്, അവിടുന്ന് പുതിയ സ്വർണം വാങ്ങണം. അപ്പൊ നമ്മൾ സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുകയാണ് എങ്കിൽ ഇടപാട് അനുവദനീയാണ്. പക്ഷേ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. പഴയ സ്വർണവും പുതിയ സ്വർണവും തൂക്കത്തിൽ തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇടപാട് അനുവദനീയാണ്. അതേസമയം പഴയ സ്വർണം കൊടുക്കുമ്പോൾ പഴയ സ്വർണ്ണമാണെന്നുള്ള ആൾക്ക് അതിന് മൂല്യം കുറച്ച് പുതിയ സ്വർണത്തിന് മൂല്യം കൂട്ടി പഴയ സ്വർണം കൂടുതൽ സ്വീകരിക്കുക, പുതിയ സ്വർണം തൂക്കത്തിൽ കുറച്ച് തരിക, അങ്ങനെയാണ് എങ്കിൽ അത് നിഷിദ്ധാണ്. കാരണം എന്താ? സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മിസ്ലം ബി ബിസ്ൽ സവാ അംബി സവാ യദം ബി യദ്. അത് കയ്യോട് കൈയായിരിക്കണം, നൂലളവിലായിരിക്കണം, റൊക്കമായിരിക്കണം, നൂലളവിലായിരിക്കണം. കാരണം സ്വർണമാണ്, പുതിയത് പഴയതിൽ നോട്ടല്ല, മുന്തിയത് തരം താഴ്ന്നത് നോട്ടല്ല, ഒരേ വർഗത്തിൽപ്പെട്ടതായിരിക്കണം ആണ് എങ്കിൽ നൂലളവിലായിരിക്കണം, റൊക്കമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഖൈബറിലെ കാരക്ക കൊണ്ടുവന്നപ്പോൾ നല്ല മുന്തിയ കാരക്കയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖൈബറിലെ കാരക്കൊക്കെ എത്ര മുന്തിയതാണോ? അപ്പോൾ സഹാബികൾ പറയാണ്, ഞങ്ങളുടെ കയ്യിലുള്ള മോശമായ കാരക്ക അത് 2 സാവ് കൊടുത്തിട്ട് അവിടുന്ന് നല്ല കാരക്ക 1 സാവ് വാങ്ങലാണ്. അത് മോശമായത് കൂടുതൽ കൊടുക്കും, എന്നിട്ട് നല്ലത് കുറച്ച് സ്വീകരിക്കും. തുല്യ അളവിലല്ല, ഏറ്റക്കുറച്ചില്ല. കാരണം എന്താ? അത് മുന്തിയതാണ്, ഇത് മോശമാണ്. അപ്പോൾ ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. കാരക്കയാണ് കൈമാറ്റം ചെയ്യുന്നത്, ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ നല്ലത് എന്നുള്ളവർക്ക് അത് കുറച്ചാണ്, മോശം എന്നുള്ളവർക്ക് ഇത് കൂടുതൽ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താണ്? അവ്വഹ് ഐനുർ റിബ. ചില റിപ്പോർട്ടുകളിൽ ലാ തഫ്അൽ ഐനുർ റിബ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല, അത് യഥാർത്ഥ പലിശയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാരക്ക വിറ്റിട്ട് അതിൻ്റെ കാശ് കൊണ്ട് മുന്തിയ കാരക്ക വാങ്ങാൻ പറഞ്ഞു. മനസ്സിലായി? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ളതായ പഴയ സ്വർണം അത് വിറ്റിട്ട് ആ കാശ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്വർണം വാങ്ങിക്കുക. അങ്ങനെയാകുമ്പോൾ എന്തായി? കാശ് കൊടുത്തിട്ട് സ്വർണം വാങ്ങാണ്, വർഗം വ്യത്യാസപ്പെട്ട്. റുപ്പികയാണ്, മറ്റേത് സ്വർണ്ണമാണ്. വർഗം വ്യത്യാസപ്പെട്ട റസൂലുള്ള പറഞ്ഞ എന്താണ്? ഫൈദഖ്തലഫത്തിൽ അസ്നാഫ് ഫബീഉ കൈഫ ശിഅ്തും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം നിങ്ങൾക്ക് ഇടപാട് നടത്താം. ഇതാക്കാന യദംബിയത്, അത് റൊക്കമായിട്ടാണ് എങ്കിൽ. അപ്പോൾ ഇവിടെ പഴയ സ്വർണം വിൽക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയ സ്വർണം വാങ്ങാവുന്നതാണ്. അല്ലാതെ പഴയ സ്വർണം കൊടുത്തിട്ടാണ് പുതിയ സ്വർണം വാങ്ങുന്നത് എങ്കിൽ അത് നൂലളവിലായിരിക്കണം എന്നുള്ളതാണ് നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടുള്ളത്. ഇവിടെ ജ്വല്ലറികളിലൊക്കെ നടക്കുന്ന ഇവിടെ എന്നുള്ളതല്ല, ഇവിടെ അങ്ങനെ ഒരു രീതി എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നാട്ടിൽ പല ജ്വല്ലറികളിലും നടക്കുന്ന ഒരു രീതിയാണ് പഴയ സ്വർണം പുതിയ സ്വർണവുമായിട്ട് ഇടപാട് നടത്തുമ്പോൾ പഴയ സ്വർണം അത് ൻ്റെ അളവല്ല പുതിയ സ്വർണത്തിന് ഉണ്ടാകാറുള്ളത് എന്നുള്ളത്. അത് ഒരു നിഷിദ്ധമായ ഹറാമായ രീതിയാണ്. അതാണ് റിബൽ ഫദൽ എന്ന് പറയുന്നതായ പലിശ. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒരു മുതലാളി ആളുകൾക്ക് പണം ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഏകദേശം ഒരാൾക്ക് പാവപ്പെട്ട ഒരാൾക്ക് ഒരു 15,000 റിയാൽ ആവശ്യമുണ്ടെന്ന് വിചാരിച്ചു. അദ്ദേഹം ആ മുതലാളിയുടെ അടുത്ത് ചെല്ലുന്നു, ഒരു 10 പവൻ 1 വർഷത്തെ അവധി വെച്ചുകൊണ്ട് വാങ്ങുന്നു. 20,000 റിയാലിന്
15,000 റിയാലിന്റെ സ്വർണ്ണമാണ്, പക്ഷെ 20,000 റിയാൽ പറഞ്ഞിട്ട് വാങ്ങുന്നു. അത് മുതലായി തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് 15,000 റിയാലിന് അപ്പോൾ തന്നെ തിരിച്ചു വാങ്ങുന്നു, പൈസ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ശരിക്കും അനുവദനീയമാണ്. ഇത് അവധി വെച്ച് വാങ്ങുന്നതായതുകൊണ്ട് അദ്ദേഹം കുറച്ച് പണം കൂട്ടി വാങ്ങുന്നു, 20,000 റിയാൽ പറയുന്നു. തിരിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ അത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും 15,000 റിയാൽ കൊടുക്കുകയും ചെയ്യുന്നു. ഒരു വർഷത്തെ സമയം കൊണ്ട് ഈ 20,000 റിയാൽ വീട്ടിയാൽ മതി എന്നുള്ള കണ്ടീഷനിൽ ഇവിടെ നടക്കുന്നു എന്ന് ഒരു കമ്പനിയിൽ വെച്ച ഒരു മുതലാളി, ഒരു സൗദിയായ ആളങ്ങനെ ചെയ്യുന്നു എന്നും ചില ആളുകൾ അത് അനുവദനീയമാണെന്ന് പറയുന്നു. എന്താണ് അതിന്റെ അഭിപ്രായം? അസ്സലാമു അലൈക്കും. ഈ രീതിക്കാണ് ബൈഉൽ ഐന എന്ന് പറയാം. ഐനത്ത് കച്ചവടം ഹറാമാണ്. കാരണം ഈ രീതിയിലുള്ള ഐനത്ത് കച്ചവടം ഹറാമാക്കാനുള്ള കാരണം പലിശക്ക് വേണ്ടിയിട്ടുള്ള തന്ത്രമാണത് എന്നാണ്. പലിശക്ക് വേണ്ടിയിട്ടുള്ള ഹീലത്ത്, കുതന്ത്രമാണ് പ്രയോഗിക്കുന്നത്. പലിശ വാങ്ങാനുള്ള ഒരു കുതന്ത്രമാണ്. മനസ്സിലായില്ലേ? ഇതിനാണ് ഐനത്ത് കച്ചവടം, ബൈഉൽ ഐന എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉള്ള ചില ഹദീസുകളിൽ അത് വിലക്കിക്കൊണ്ടുള്ളതായ പരാമർശം വന്നത് കാണാൻ സാധിക്കും. ചില ഹദീസുകളിൽ ഇദാ ഖത്തും അദ്നാബൽ ബഖർ വറദീതും ബിസർ തുടങ്ങിയിട്ടുള്ള ഒരു ഹദീസിൽ നിങ്ങൾ ഐനത്ത് കച്ചവടം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുവിനെ കൊണ്ട് നിങ്ങളുടെ മേൽ മേൽക്കോയ്മ നേടിക്കും എന്നറിയിക്കുന്നതായ ഒരു ഹദീസ്. ഹദീസിന്റെ ലഫ്ദിന്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ഏതായാലും ഈ സഹോദരൻ പറഞ്ഞ രൂപം അത് ഐനത്ത് കച്ചവടത്തിന്റെ രൂപമാണ്. അത് ഇസ്ലാമിൽ നിഷിദ്ധാണ്, പാടുള്ളതല്ല. എന്തുകൊണ്ട് ഐനത്ത് കച്ചവടത്തെ നിഷിദ്ധമാക്കി? പണ്ഡിതന്മാർ പറയുന്നത് അത് റിബയിലേക്കുള്ള ഹീലത്താണ്, പലിശ വാങ്ങാനുള്ള ഒരു കുതന്ത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് പറയാനുള്ളത്. അല്ലാഹു അലം. കേൾക്കുന്നുണ്ടോ? ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ചത്, ഇവിടെ ഈ സൗദിയിലൊക്കെ മണി എക്സ്ചേഞ്ച് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു $100 ഉദാഹരണത്തിന് കിട്ടണം എന്നുണ്ടെങ്കിൽ 374 റിയാല് എക്സ്ചേഞ്ചിൽ കൊടുത്താൽ $100 കൊടുത്തു തരും. അതേപോലെ നമുക്ക് ഡോളർ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് $100 കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 375 റിയാലിന് നമുക്ക് അത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് $100 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 375 റിയാല് കൊടുക്കണം. അതേ സമയത്ത് 374 റിയാല് നമുക്ക് തരുള്ളൂ അവര് $100 അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് അനുവദനീയമാവോ അങ്ങനെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് ഈ ക്ലാസ് കേട്ടപ്പോ എനിക്കൊരു സംശയം ഉണ്ടായതാണ്. ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. അതായത് ഇവിടെ ഡോളറും റിയാലും കൈമാറ്റം ചെയ്യുമ്പോൾ ഉള്ള ഏറ്റ വ്യത്യാസമാണ്. അതായത് നമ്മൾ ഡോളർ കൊടുത്തിട്ട് റിയാല് വാങ്ങുമ്പോൾ അവർ തരുന്ന സംഖ്യ 375 നമ്മൾ റിയാല് കൊടുത്തിട്ട് ഡോളർ വാങ്ങുമ്പോൾ റിയാല് കൊടുക്കേണ്ടി വരുന്നത് 374 വ്യത്യാസം എന്നുള്ളതാണ്. വർഗം വ്യത്യാസപ്പെട്ടത് കാരണത്താൽ എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതല്ല ഇവിടെ ഇടപാട് നടത്തുന്നത്. റിയാലും ഡോളറുമായിട്ടാണ്. ഡോളറും ആണെങ്കിൽ തുല്യത്തിന് തുല്യമായിരിക്കണം, റിയാലും ആണെങ്കിൽ തുല്യത്തിലായിരിക്കണം. അതേസമയം ഡോളറും റിയാലുമായിട്ട് കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ പറഞ്ഞത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫബീഉ കൈഫ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കും വിധം നിങ്ങൾക്ക് ഇടപാട് നടത്താം. ഇദാ കാന യദൻ ബിയദ്, അത് റൊക്കമാണ് എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കും വിധം നിങ്ങൾക്ക് ഇടപാട് നടത്താമെന്നാണ്. ഏറ്റക്കുറച്ചിൽ വ്യത്യാസമല്ല, ഏറ്റക്കുറച്ചിലുണ്ടായി എങ്കിൽ എന്തില്ല വ്യത്യാസമല്ല എന്നുള്ളതാണ്. അപ്പോൾ തുല്യ അളവ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, നൂലളവിൽ തന്നെ വേണമെന്നില്ല. വർഗ വ്യത്യാസം ഉണ്ട് എങ്കിൽ പക്ഷേ എന്തായിരിക്കണം? അത് റൊക്കമായിരിക്കണം, നമ്മൾ കൈയോട് കൈമാറ്റം ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഏറ്റക്കുറച്ചിലെ ഒരു നിഷിദ്ധം വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കണില്ല. അല്ലാഹു ആലം. സർ, നാട്ടിൽ ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ പലപ്പോഴായിട്ട് കുറച്ച് പൈസ പല ടൈമിലായിട്ട് പലിശയായിട്ട് വന്നിട്ടുണ്ട്.
അത് ഏതെങ്കിലും രീതിയിലെടുത്ത് ഉപയോഗിക്കാമോ? അപ്പൊ നാട്ടില് ലോൺ എടുത്ത് പലിശ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക, അങ്ങനെ വല്ലതും ചെയ്യൽ അനുവദനീയമാണോ? അസ്സലാമു അലൈക്കും. പലിശ വന്നു പോയിട്ടുണ്ട് എങ്കിൽ പലിശയിൽ നിന്ന് തടി സലാമത്താക്കാണ് വേണ്ടത്. ഒരാൾ പലിശയിൽ നിന്ന് തന്റെ തടിയെ സലാമത്താക്കാണ് വേണ്ടത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് ആ പലിശ റസൂലുള്ള പറഞ്ഞത് ഫമൻ സാദ വിസ്ദാദ ഫഖദ അർബ എന്നാണ്. വല്ലവരും വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് ആവശ്യപ്പെട്ടെങ്കിൽ എന്താണ് പലിശയാണ് എന്നാണ്. അതുകൊണ്ട് പലിശ ഇടപാടിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയപ്പെട്ടതായ നാശം വരാതിരിക്കാൻ നമ്മളേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്ന രീതിയിൽ പറഞ്ഞവരുണ്ട്. അതേസമയം പല പ്രാമാണികരായ പണ്ഡിതന്മാരും പറഞ്ഞത് അങ്ങനെ പലിശ വന്നു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മളുടെ ചെലവിനോ കാര്യത്തിനോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളുടെ നിർബന്ധ ചെലവിൽ കഴിയേണ്ട നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, ഇവർ നമ്മുടെ നിർബന്ധ ചെലവിലുള്ളവരാണ്. അവരുടെ ചെലവിനും അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതേസമയം പലിശയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാണ്, അതിന് രക്ഷപ്പെടണം. എന്നാൽ ആ പലിശ മറ്റൊരു ദുർവിനിയോഗത്തിന് പോകാനും പാടുള്ളതല്ല. ആ നിലക്ക് ഒരാൾ തൻ്റെ തടിയെ സലാമത്താക്കാൻ വേണ്ടിയിട്ട് അത് ഏതെങ്കിലും മാർഗേണ വിനിയോഗിക്കുകയാണ് വേണ്ടത്. ആ മാർഗം ഒന്നുകിൽ ഒരു പൊതു കാര്യങ്ങൾക്കാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതേപോലെ വലഞ്ഞ ഏതെങ്കിലും ആളുകളുടെ വിഷയത്തിലാണെങ്കിൽ അങ്ങനെയാവാം. പക്ഷേ അവിടെ ലക്ഷ്യം, ഉദ്ദേശം അള്ളാഹു ഹറാമാക്കിയ പലിശയിൽ നിന്ന് ഞാൻ സുരക്ഷിതനാവുകയാണ്, ഞാനത് നിന്ന് നിരുത്തരവാദിയാകുകയാണ് എന്നുള്ളതായിരിക്കണം. അങ്ങനെയാണ് പണ്ഡിതന്മാരിൽ പലരും പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയായിട്ട് അടുത്ത അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഞാൻ നേരത്തെ ഫസ്റ്റ് ചോദിച്ചതിന് ഒരു അനുബന്ധ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് LICനെ സംബന്ധിച്ചാണ്. LICയുടെ പൈസ ലാഭഭേദം പലിശയാന്ന് കരുതി ഞാൻ എന്റെ മുതൽ വാങ്ങാൻ വേണ്ടി അവിടെ പോയതാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഇത് പലിശയല്ല, അത് നമ്മൾ കൊടുക്കുന്ന പൈസ ഓരോ സ്കീമാണത്. അപ്പൊ ആ സ്കീം അനുസരിച്ച് അവര് ഓരോ ബിസിനസ്സിലേക്ക് ഇറക്കുകയാണ്. അപ്പൊ അതിന്റെ ലാഭവിഹിതമാണ് തരുന്നത്. അത് എല്ലാ വർഷവും ഫിക്സഡ് ആയിരിക്കില്ല. അവരുടെ ലാഭവിഹിതത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പലിശയല്ല, അത് നിങ്ങൾക്ക് ലാഭവിഹിതമാണ് തരുന്നത് എന്നതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ ചോദിക്കാൻ കാരണം. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളത് വെച്ചാൽ, ഇപ്പൊ ഈ ബാങ്കിലെ ഡെപ്പോസിറ്റ് ഉണ്ടാകുമ്പോൾ അവർ നമ്മൾക്ക് പലിശയായിട്ട് കുറച്ച് പൈസ തരും. അതേസമയം മിനിമം ബാലൻസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർ നമ്മളുടെ കയ്യിൽ നിന്ന് ആ ബാലൻസ് കീപ്പ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് പൈസ നമ്മളിൽ നിന്ന് അവർ എടുക്കാറുണ്ട്. അപ്പൊ ഈ പലിശ തരുന്ന പൈസ നമ്മൾ ഈ പലിശ അവര് പലിശയായിട്ട് ബാലൻസ് ഉള്ളപ്പോൾ തരുന്ന പലിശയിൽ നിന്ന് ഈ ബാലൻസ് ഇല്ലാത്തപ്പോൾ അവര് നമ്മളിൽ നിന്ന് കട്ട് ചെയ്യുന്ന പൈസയായിട്ട് കുറക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അതിനൊരു വിശദീകരണം നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. LICയിൽ അടക്കുന്ന കാശ് ഇനി അവരേറെ തരുന്നത് അത് പലിശയല്ല എന്നാണ് അവർ പറയുന്നത്. അത് ആ കാശ് ബിസിനസ്സിലിട്ടിട്ട് അതിന്റെ ലാഭവിഹിതമാണ് തരുന്നത്. അതും എല്ലാ വർഷവും ഒരേപോലെയല്ല, ലാഭവിഹിതത്തിനനുസരിച്ചാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇടപാടിൽ നിങ്ങളുടെ കാശ് ഇട്ടിട്ട് ആ ഇടപാട് നടത്തുമ്പോൾ ആ ഇടപാട് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള ഇടപാടാണത്? നിങ്ങൾ കാശ് കൊടുക്കുന്നത് ഒരു ബിസിനസ്സിൽ നിങ്ങളൊരു ശരീക്ക് പങ്കാളിയായിട്ട് ഒരു ഷിർക്കത്ത് പങ്കാളിയായ ഇടപാടാണോ അത് നടക്കുന്നത്? അതൊന്നും പറയാൻ പറ്റൂല. യഥാർത്ഥത്തിൽ LICയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചുരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അറിയപ്പെട്ടുള്ള വിഷയം അത് പലിശയുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അവർ ഈ ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് കാര്യം. ഏത് ഇടപാടാണ്, എന്ത് ഇടപാടാണ്, അതിൽ നിങ്ങൾ ആ ഇടപാടിനാണോ നിങ്ങൾ കാശ് ഇറക്കിയിട്ടുള്ളത്, അതിൽ നിങ്ങളുടെ സമ്മതപ്രകാരമാണ്, അങ്ങനെ കുറേ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അറിയാനുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ഇടപാടുകളിൽ നിന്ന് നമ്മൾ ഈ LICയുമായി ബന്ധപ്പെട്ടുള്ള ആ ഇടപാടിൽ നമ്മൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മളുടെ ഇഹവും പരവും സുരക്ഷിതാക്കാൻ കരണീയമായിട്ടുള്ളത്. നമ്മൾ കാശ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് കാശ് കട്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറെ വരുന്ന പലിശയും ഇത് കട്ടാക്കുന്നതിൽ വകവെക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. ഒന്നാമത് നമ്മൾ പലിശയുള്ള ഇടപാടായിട്ട് നമ്മൾ സഹകരിക്കാൻ പാടുള്ളതല്ല. അതിനെങ്ങനെയും തടി സലാമത്താക്കണതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ് വേണ്ടത്. നമ്മളിൽ നിന്ന് കട്ട് ചെയ്യുന്നത് നമ്മളുടെ നിന്ന്
നമുക്ക് തരുന്ന പലിശയെ അതിന് വകവെക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം അത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതിനെക്കുറിച്ച് ചോദിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഉണർത്താം. അല്ലെങ്കിൽ സഹോദരന് ഞാനല്ലാത്ത വേറൊരാൾ ഇതറിയുന്ന ഒരാളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ജസാക്കല്ലാഹു ഖൈർ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു ബിൽഡിംഗ് ബാങ്കിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നെങ്കിൽ അതിന്റെ വാടക നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ സ്ഥിതിയെ കുറിച്ചാണ് അറിയേണ്ടത്. അതായത് അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിഷിദ്ധമാണെങ്കിൽ കൂടെ നമ്മളിപ്പോ ഒരു ലോങ് ടൈം കോൺട്രാക്റ്റിലാണ് ബാങ്കിന് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത കാലത്താണ് അത് ഒരു പക്ഷേ അതിന്റെ സീരിയസ്നെസ് മനസ്സിലായെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം ഒരു 10, 15, 20 വർഷത്തേക്ക് വേണ്ടി ബാങ്കിന് കോൺട്രാക്ട് ഒരു ധാരണപ്രകാരം കൊടുത്തേക്കാം. അത് നമ്മൾ എന്ത് നിലപാടാണ്? ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ ഞാനത് വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ് പലിശന്റെ രൂപങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിനെ വിശദീകരിക്കാം. ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൽ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക് ക്യാഷ് ലോൺ കൊടുക്കുന്നുണ്ട്. ക്യാഷ് ലോൺ എന്ന് പറഞ്ഞാൽ അവരുടെ പേപ്പർ വർക്കുകളിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഒന്ന് കാണാനിടയായത് ഷുഗർ വിറ്റതായിട്ടാണ്. അപ്പോൾ ഈ ക്യാഷ് കിട്ടിയ ആള് ഒരിക്കലും ഇത് അറിയുന്നില്ല, ഇത് ഷുഗർ കമ്മ്യൂണിറ്റി പർച്ചേസ് ചെയ്തതാണോ അല്ലെങ്കിൽ വിറ്റതാണോ എന്നൊന്നും അവരറിയുന്നില്ല. അപ്പോൾ ക്യാഷ് കൂടുതലായിട്ട് അടച്ചു തീർക്കേണ്ടതും വരുന്നു ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൽ. അപ്പോൾ എന്താണ് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ പ്രസക്തി എന്താണ്? പിന്നെ അവിടെയും പലിശയല്ലേ വരുന്നത്? കൂടുതൽ അടക്കുന്നത് പലിശയായിട്ട് വരുന്നില്ലേ? അല്ല, പിന്നെ ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു രീതി ഉണ്ട് എങ്കിൽ അത് ഇസ്ലാമിക് ബാങ്കാണെങ്കിൽ ഈ ഒരു രീതി വരാൻ പാടുള്ളതല്ല. കാരണം പിന്നെ കൊണ്ട കാശിനേക്കാൾ കൂടുതൽ അടച്ചു തീർക്കുക എന്നുള്ളതും അതേപോലെ തന്നെ അതൊന്ന്. രണ്ടാമത്തേത് പിന്നെ ഇടപാടുകാരനറിയാത്തൊരു ബിസിനസ് അതിൽ വരിക എന്നുള്ളത് രണ്ട് രീതിയുണ്ട്. ഏത് ഇസ്ലാമിക് ബാങ്കാണ്, അതിൻ്റെ നിയമ കാര്യങ്ങൾ എന്താണ് അവർ ഇസ്ലാമിക് ബാങ്കിൻ്റെ അസലുകളായി പ്രമാണങ്ങളായിട്ട് അവരുടെ കയ്യിലുള്ളത് എന്നുള്ളത് ആ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. വേണമെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ഈ വിഷയത്തിൽ ബാങ്കായിട്ട് ബന്ധപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇത് ഇത്തരൊരു മസല പിന്നീട് ഉണർത്താവുന്നതാണ്. എന്താണ് അതിൻ്റെ രീതി, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വേറെ നിയമങ്ങൾ ഉണ്ടോ, ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഏറെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന് അവർ ഒരു ന്യായം പറയുന്നത്, ഇതൊക്കെ ഏതടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. കേവലം ഈ സഹോദരൻ പറഞ്ഞ ഒരു രീതിയാണ് എങ്കിൽ അതൊരിക്കലും ഇസ്ലാമിക് ബാങ്കിൻ്റെ ഒരു രീതിയാകാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടോ, എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്താതെ പറയാൻ വയ്യ. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിൽ. അസ്സലാമു അലൈക്കും. ഉസ്താദിനോട് എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ശബ്ദം കൂട്ടണം. എനിക്കോ കൃത്യമാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് കൂട്ടാൻ ഇപ്പൊ കേൾക്കാമല്ലേ? ഇപ്പോഴും സൗണ്ട് ഇല്ല. 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, പലിശ സ്ഥാപനങ്ങളായിട്ട് ഒരു മുസ്ലിം പരമാവധി വിട്ടുനിൽക്കുക എന്നുള്ള ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ നമ്മുടെ നാട്ടില് ഗ്യാസിന്റെ സബ്സിഡി, അതുപോലെ റേഷൻ സബ്സിഡി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് മുഖാന്തരം മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ ഒരു മുസ്ലിം ഒരു ധർമ്മസങ്കടത്തിലാവുകയാണ്. ബാങ്കുമായിട്ട് ബന്ധമില്ലാത്ത ഒരാള് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ബാങ്കുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരവസ്ഥ വരികയാണ്. അപ്പോൾ അവിടെ ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നതാണോ അതോ ഈ സബ്സിഡിക്ക് വേണ്ടി ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നതാണോ അതോ ഈ സബ്സിഡി ഇല്ലാത്ത നിലയ്ക്ക് തന്നെ പഠിച്ചോ അതിനുള്ള സബ്സിഡി തുല്യമായ ഈ ഗ്യാസിന് കൊടുക്കാനുള്ള അല്ലെങ്കിൽ റേഷൻ വാങ്ങാനൊക്കെ ഉള്ള പണം അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തരുന്ന ആശ്വസിച്ചുകൊണ്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെടാതിരിക്കുന്നതാണോ ഏതാണ് ഉത്തമം എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നമ്മളൊക്കെ ഈ ഇന്റർനെറ്റും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. മിക്കവാറും ആളുകൾ ഇതിൽ ഉപയോഗിക്കുന്ന ഈ വിൻഡോസിന്റെ സോഫ്റ്റ്വെയർ, അതുപോലെ പല സോഫ്റ്റ്വെയറുകളും പൈറേറ്റഡ് ആണ്. കാശ് കൊടുത്ത് വാങ്ങാറില്ല ഭൂരിഭാഗം ആളുകളും. ഇത്
ഒരു ഇസ്ലാമിക പ്രബോധനത്തിന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ഹലാലാവുമോ? അതിന്റെ പലിശയായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും ഒരു പ്രസക്തമായ ചോദ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് എത്രത്തോളം ശരിയാവും, ഇല്ലെങ്കിൽ അതിന്റെ രീതി എന്താണ്? നല്ല കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും. അതായത് പിന്നെ സഹോദരന്റെ ചോദ്യം ഒന്നാമത്തേത്, ഈ നമ്മളുടെ നാട്ടുമായി ബന്ധപ്പെട്ട് ചില അനിവാര്യ ഘട്ടങ്ങളിൽ ബാങ്കായിട്ട് സഹകരിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പം ഗ്യാസ് സബ്സിഡി പോലുള്ളതായ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഒരാൾ അനിവാര്യമായിട്ടും ബാങ്കിനോട് സഹകരിക്കേണ്ട എന്നാണ്, പലിശയുമായി സഹകരിക്കേണ്ടതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പിന്നെ ഇസ്ലാമിൽ പലിശയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മുന്നറിയിപ്പുകളും താക്കീതുകളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കുറേ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് മനസ്സിലാക്കേണ്ടായി. പിന്നെ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പിന്നെ നമ്മൾ അനിവാര്യത, അതേപോലെ നിർബന്ധ സാഹചര്യം, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഒരാളുള്ളത് എങ്കിൽ അതിനോട് സഹകരിക്കാതെ അയാൾക്ക് പിന്നെ ജീവിതവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ഒരു പരീക്ഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് എങ്കിൽ അദ്ദറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്, നിഷിദ്ധങ്ങളെ നിർബന്ധ സാഹചര്യങ്ങൾ അനുവദിക്കും. നിഷിദ്ധങ്ങളെ നിർബന്ധ സാഹചര്യങ്ങൾ അനുവദിക്കും. പക്ഷേ ആ നിഷിദ്ധങ്ങൾ അല്ലെങ്കിൽ നിർബന്ധ സാഹചര്യം അത് നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട്. അദ്ദറൂറത്ത് തുഖദ്ദറു ബിഖദരിഹ, അതിൻ്റെ പിന്നെ അത് കണക്കാക്കേണ്ടതുണ്ട്. അതേസമയം ഒരാൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അയാൾക്ക് വിശാലത നൽകിയിട്ടുണ്ട്, അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകൾ അവരുടെ പിന്നെ ജീവിതവൃത്തി ഇത്തരം പിന്നെ ഒരു നിഷിദ്ധത്തിന് സഹകരിക്കാതെ അതിന് വിട്ടുകൊണ്ട് പിന്നെ അയാൾക്ക് അത് നയിച്ചു കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അതിലൊക്കെ സ്വന്തത്തോട് തന്നെയാണ് ഓരോരുത്തരും ഫത്വ ചോദിക്കേണ്ടത്. പക്ഷേ ചില അനിവാര്യ ഘട്ടങ്ങൾ, നിർബന്ധ ഘട്ടങ്ങൾ ആളുകളെ ഇതിന് നിർബന്ധിക്കുന്നൊരവസ്ഥയാണുള്ളത് എങ്കിൽ പിന്നെ അതിന് അത്തരം ഒരു ഇടപാടുകളിൽ അവർ ഒരു നിഷിദ്ധം പ്രവർത്തിച്ചു എന്നോ പലിശയുടെ ഹറാമ് പിന്നെ അവർ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തോ എന്നോ വിധിക്കാൻ പ്രയാസമാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് വിശാലത നൽകിയിട്ടുണ്ട്, ഇതിനോടൊന്നും സഹകരിക്കാതെ തന്നെ അയാളുടെ ജീവിതവൃത്തി അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതിലാണ് അയാൾക്കുള്ള ഖൈറും ബർക്കത്തും. അതിന് തന്നെയാണ് അയാൾ പിന്നെ പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളും താക്കീതുകളും പലിശൻ്റെ വിഷയത്തിലുള്ളത് അയാൾ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. പിന്നെ അടുത്ത സഹോദരൻ പറഞ്ഞത് ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ എന്താ എനിക്ക് അതിനാ വിഷയത്തിൽ ഞാനൊരു പിന്നെ അറിവില്ലാത്ത ആളാണ്. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പിന്നെ പറയാൻ കഴിയില്ല. ഞാൻ വേണമെങ്കിൽ ആ ഒരു വിഷയം എന്താണ് അതിൻ്റെ കാര്യം, എന്താണ് ആളുകൾ അതിലിടപെടുന്നുള്ളത് പിന്നെ ചോദിച്ചതിന് ശേഷം വേണമെങ്കിൽ അടുത്ത ആഴ്ച പ്രതികരിക്കാം. വജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.